വട്ടിപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വിവാഹം മുടങ്ങിയതിൽ മനം നൊന്ത പ്രതിശ്രുത വധു ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ആത്മഹത്യ വാർത്ത അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമത്തിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം എല്ലാവരെയും ഞെട്ടിക്കാറുണ്ട്. അവസാന നിമിഷത്തെ ഒരു തോന്നൽ കാരണം ആത്മഹത്യയിലേക്ക് പോകുന്ന യുവതലമുറയെക്കുറിച്ചുള്ള ഒരുപാട് പാഠങ്ങളും റിസർച്ചുകളും ഒക്കെ തന്നെയും പുറത്തു വന്നിട്ടുമുണ്ട്. അക്കൂട്ടത്തിലേക്ക് ഒരു കഥ അല്ലെങ്കിൽ ഒരു നിർണായക സർവൈവൽ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷത്തെ അബദ്ധം അതാണ് ആത്മഹത്യയിലേക്ക് എല്ലാവരെയും നയിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഈ സംഭവം. തിരുവനന്തപുരത്തെ കല്ലമ്പലം സ്വദേശിനിയായ 23-കാരിയാണ് അമിതമായി ഗുളിക കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിൽ ഇപ്പോഴും കഴിയുന്നത്. വരൻ്റെ വീട്ടിലെത്തിയുള്ള ബ്ലേഡുകാരുടെ ഭീഷണിയെ തുടർന്നാണ് വിവാഹത്തിൽ നിന്നും യുവാവ് പിന്മാറിയത്. ബ്ലേഡുകാരുടെ ഈ ഭീഷണിയാണ് 23 വയസ്സുകാരിയുടെ വിവാഹ സ്വപ്നങ്ങൾ മങ്ങലേൽപ്പിച്ചത് എന്ന് പറയുന്നു. വരൻ്റെ വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടുള്ള ബ്ലേഡുകാരുടെ ഭീഷണി കാരണം ജനുവരി 1 വർക്കല സ്വദേശിനിയും കൊല്ലം സ്വദേശിനിയുമായി നിശ്ചയിച്ചിരുന്ന വിവാഹം മുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധി പരിഹാരം കാണാനാവാത്തതിനാൽ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നുവെന്നാണ് വരൻ്റെ കുടുംബം പെൺകുട്ടിയെ അറിയിച്ചത് എന്ന് പറയുന്നു. ഇതാണ് ആ പെൺകുട്ടിക്ക് തന്നെ വേദന ഉണ്ടാക്കിയത് എന്നുകൂടി പറയുകയാണ്. കൃത്യമായി ഈ വാക്കുകളെല്ലാം എല്ലാവരെയും വേദനിപ്പിക്കുന്നു എന്ന് പറയാം. ഇതേ തുടർന്ന് യുവതി അമിതമായി ഗുളിക കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു. യുവതിയുടെ അച്ഛനും അമ്മയുമാണ് ബ്ലേഡുകാരിൽ നിന്നും പണം കടം വാങ്ങിയത്. അതുമുതലുള്ള മുതലും പലിശയും ചേർത്ത് തിരികെ നൽകിയെങ്കിലും ഭീഷണി പതിവായിരുന്നു എന്നാണ് യുവതിയുടെ അമ്മ തന്നെ പറയുന്നത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8 ബ്ലേഡുകാർക്കെതിരെ കല്ലമ്പലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർക്ക് യുവതിയുടെ കുടുംബം പണം തിരികെ നൽകിയിരുന്നതിൻ്റെ രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ യുവതിയുടെ കുടുംബം പണം നൽകിയതിന് ശേഷവുമുള്ള ഭീഷണിയാണിതെന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞുവെന്നും അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ പരിശോധിക്കുകയാണെന്നും കൃത്യമായി പറയാൻ സാധിക്കും. ഇപ്പോൾ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ചാണ് പ്രതികരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമായി ഇത് മാറുന്നു. ഇതിന് പോലീസിൽ പരാതി കൊടുക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ആത്മഹത്യ ചെയ്തത് വെറും മണ്ടത്തരമായി പോയി എന്നാണ് പറയുന്നത്. 1 വർഷം കൊണ്ട് മോളും പ്രതിഷ്ഠിത വരനും സംസാരിക്കുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് നല്ല രീതിയിൽ നടത്തിയതാണ്. അന്നൊന്നും ആരും പ്രശ്നത്തിൽ വന്നില്ല. വിവാഹം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രശ്നമുണ്ടാക്കിയത്. വിവാഹം മുടങ്ങിയപ്പോൾ എൻ്റെ മോൾ ബോധം കെട്ട് വീണു. മേശയ്ക്കകത്തെ ഗുളിക കഴിച്ചതാണ്. അപ്പോഴേ ആശുപത്രിയിൽ കൊണ്ടുപോയി ICUവിലാക്കി. യുവതിയുടെ അമ്മ പറഞ്ഞതാണ്. സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപാണ് 1 ലക്ഷം രൂപ കടം വാങ്ങിയത്. മാസം 10,000 രൂപയാണ് പലിശയായി വാങ്ങുന്നതെന്നും വിവരം. 5 മാസം മുൻപാണ് പ്രതിശുദ്ധ വധുവിന്റെ പിതാവ് മരിച്ചത്. വിദേശത്ത് ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയുമായിട്ടാണ് യുവതിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ജനുവരി 1 വിവാഹം നടക്കേണ്ടിയിരുന്നത്. എന്നാൽ വരന്റെ വീടിന്റെ പരിസരത്തെ പല വീടുകളിലും പോയി യുവതിയെയും അമ്മയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അയാൾ പലപ്പോഴും പെരുമാറിയെന്ന് പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.